നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴും എന്താണ് ചെയ്യാറ്? കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞുകൊണ്ട് ക്യൂ നിന്ന് ഡോക്ടറിനെ കണ്ട് അതും കഷ്ടപ്പെട്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് അവർ തരുന്ന മെഡിസിനും കഴിക്കുക. ഈ ഒരു പണ്ടത്തെ രീതി തന്നെയാണോ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്? എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിലെ അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പോഴും സ്മാർട്ട് ആയിട്ടില്ല. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണും AI പോലുള്ള സ്മാർട്ട് ടെക്നോളജികളും എല്ലാ മേഖലകളിലും ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണ്. പക്ഷേ ആരോഗ്യ മേഖലയിൽ മാത്രം ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടി വരികയാണ്. ആരോഗ്യ മേഖലയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഇങ്ങനൊന്ന് സങ്കല്പിച്ച് നോക്കാം. നിങ്ങൾക്കൊരു ദേഹാസ്വസ്ഥത വരുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരു ഹോസ്പിറ്റലായോ അല്ലെങ്കിൽ ഒരു ഡോക്ടറായോ മാറുകയാണ്. നിങ്ങളുടെ വിലയേറിയ സമയം ലാഭിച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടുന്ന് തന്നെ ചെയ്തിട്ടാണ് മരുന്നുകൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ വിദഗ്ധ ഉപദേശം കിട്ടുന്നു. ഈ ഒരു ഭാവി വിദൂരമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഓൺലൈൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ടെലിമെഡിസിൻ കൺസെപ്റ്റ് എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഗോപകൃഷ്ണൻ. ആരോഗ്യ മേഖലയെ ഈ പറഞ്ഞ ടെലിമെഡിസിൻ കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം.